ജനനിബിഡമായ ഒരു തെരുവിലെത്തിയപ്പോൾ മോഹൻ ടാക്സിക്കാരനോട് ഹിന്ദിയിൽ പറഞ്ഞു. ആ കോർണറിലുള്ള ബിൽഡിംഗിന്റെ മുന്നിൽ നിർത്തണം. പരിമള അത്ഭുതത്തോടെ മോഹന്റെ മുഖത്തേക്ക് നോക്കി. നിമിഷങ്ങൾക്കകം ടാക്സി എത്തി. ടാക്സി ചാർജ് കൊടുത്തു മോഹൻ ബാഗുകളെടുത്തു താഴെ വെച്ചു. പരിഭ്രമിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവൾക്ക് അവനൊരു പുഞ്ചിരി സമ്മാനിച്ചു. മോഹന്റെ കൂടെ മിടിക്കുന്ന ഹൃദയവുമായി അവൾ ഗോവണി കയറി 3-ാം നിലയിലെത്തി. ഒരു ചെറിയ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ മോഹൻ കതകുമുട്ടി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അക്കൊണ്ട് പേടിക്കുകയോ പരിഭ്രമിക്കുകയോ വേണ്ട, ധൈര്യമായിരിക്കൂ. പ്രേയസിയുടെ ചുമലിൽ തട്ടിക്കൊണ്ട് മോഹൻ ധൈര്യം പകർന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ കതകു തുറക്കപ്പെട്ടു. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ അവരെ അകത്തേക്ക് ആനയിച്ചു. വിവരങ്ങളൊക്കെ മോഹൻ ചുരുങ്ങിയ വാക്കുകളിലൂടെ കൂട്ടുകാരനെ അറിയിച്ചിരുന്നു. അതിനാൽ വലിയ അത്ഭുതം ഒന്നും ആ മിഴികളിൽ കണ്ടില്ല. ഗോപിയും ജോസും നാട്ടിലേക്ക് പോയി. ഇനി 10 ദിവസം കഴിഞ്ഞേ വരൂ, കൂട്ടുകാരൻ പരിമളയെ ഒളിഞ്ഞു നോക്കുന്നതിനിടയിൽ അറിയിച്ചു. മോഹനും ജോസും ജേക്കബും ഗോപിയും ഒന്നിച്ചാണ് ആ മുറിയിൽ താമസിക്കുന്നത്. ആ മുറിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ജേക്കബാണ്. എങ്കിലും വാടകയും ചിലവുകളും അവർ 4 പേരും കൂടി ഒന്നിച്ചാണ് പങ്കിടുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്നതും അങ്ങനെ തന്നെ. മിക്കവാറും അവർ ജോലി പങ്കിട്ട് ഭക്ഷണം തയ്യാറാക്കും. ചിലപ്പോൾ ബോറടിക്കുമ്പോൾ അവർ ഹോട്ടലിൽ പോയി കഴിക്കും. അടുക്കളപ്പണികളെല്ലാം അറിയാവുന്നതുകൊണ്ട് നിമിഷങ്ങൾക്കകം ജേക്കബ് 2 ചായയുമായി എത്തി. നന്ദിപൂർവ്വം അത് സ്വീകരിക്കുമ്പോൾ പരിമളയെ ജേക്കബ് നന്നായിട്ടൊന്നു നോക്കി. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ മോഹനനു എങ്ങനെയാണ് ലഭിച്ചത് എന്നായിരുന്നു അയാളുടെ ചിന്ത. തറവാടിത്തവും എളിമയും അങ്കലാവന്യവും ഒന്നിച്ചിണങ്ങിയ പെൺകുട്ടി. പെട്ടെന്ന് അയാളുടെ ചിന്തകൾ നാട്ടിലുള്ള ഭാര്യയെക്കുറിച്ചായി. തന്റെ സമ്മതമോ അഭിപ്രായമോ ആരായാതെ വലിയൊരു തുക സ്ത്രീധനം വാങ്ങാനായി അപ്പൻ ഒരു കാക്കക്കറുമ്പിയെ മകനുവേണ്ടി കണ്ടെത്തി. എതിർപ്പുകൾ ഒന്നും അപ്പന്റെ മുമ്പിൽ വില പോയില്ല. മിലിറ്ററി റൂൾ മാത്രം വശമുള്ള അപ്പന് ആജ്ഞാപിക്കാനേ അറിയുകയുള്ളൂ. ആ ചെവികൾ ഒരിക്കലും അഭിപ്രായങ്ങൾ സ്വീകരിക്കാറില്ല. ആ സ്ത്രീധന തുക കൊണ്ട് 2 അനിയത്തിമാരെ കെട്ടിച്ചേച്ചു. അത് മാത്രമായിരുന്നു അപ്പന്റെ ഉദ്ദേശവും. ഭാര്യയെ ഒരിക്കലെങ്കിലും കൂടെ കൊണ്ടുപോകണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല. എങ്ങനെ ആ കാക്കക്കറുമ്പിയെ മറ്റുള്ളവരുടെ മുന്നിലൂടെ കൊണ്ടുനടക്കും? 5 കൊല്ലം മുൻപേ നാമ്പെടുത്ത ആ ബന്ധം ഇന്ന് പേരിനു മാത്രമായി നിലകൊള്ളുന്നു. ഇതിനിടയിൽ 2 തവണ നാട്ടിൽ പോയെങ്കിലും ഒരാഴ്ചയ്ക്ക് അധികം നാട്ടിൽ നിന്നിട്ടില്ല. നിത്യവും പരിഭവങ്ങൾ പേമാരി പോലെ കാതിൽ ചൊരിയാറുണ്ടെങ്കിലും എല്ലാം നിർവികാരമായി കേട്ടുകിടക്കും. ഒരിക്കലും സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ താൻ ശ്രമിച്ചിട്ടില്ല. അപ്പനോടുള്ള ദേഷ്യം എല്ലാം കാണിച്ചിരുന്നത് അവളോടായിരുന്നു. പരിമളയുടെ കണ്ണുകൾ ആ മുറിയിൽ എല്ലാം ചുറ്റി നടന്നു. ഇത്രയും ചെറിയ മുറിയിൽ 4 പേർ താമസിക്കുന്നു എന്ന നഗ്നസത്യം കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ചെറിയ 2 കട്ടിലുകൾ, ഒരു മരത്തിന്റെ കസേരയും മേശയും. മേശമേൽ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ. അടുത്തായി പ്രായം ചെന്നൊരു ടൈം പീസ്. അലസമായി വാരിയിട്ട ഏതാനും പേപ്പറുകൾ. ചുവരിൽ ഹാങ്ങറിലായി 4 ഷർട്ടുകളിലും പാന്റുകളും തൂങ്ങിക്കിടക്കുന്നു. ഒരു മൂലയിൽ പൊടി നിറഞ്ഞിരിക്കുന്ന ഒരു ഫാൻ. കട്ടിലിന്റെ അടിയിൽ 4 തുകൽ പെട്ടികൾ. മുറിയുടെ ഒരറ്റം അടുക്കളയായി ഉപയോഗിക്കുന്നു. ഒരു ചെറിയ മേശ്. അതിന്മേൽ കരി പിടിച്ചോർ സ്റ്റാവ്. കുറച്ചു പാത്രങ്ങളും. തൊട്ടടുത്തായി ഒരു പൈപ്പും പാത്രം കഴുകുന്ന സ്ഥലവും. ചിലന്തി വലകൾ 4 മൂലകളിലും സ്ഥിരതാമസം ആക്കിയിട്ടുണ്ട്. വണ്ടിയാത്ര കഴിഞ്ഞുവരുന്നതല്ലേ? ഒന്ന് കുളിച്ചു തുണി മാറാനായി പരിമള സ്വാഭാവികമായി ആഗ്രഹിച്ചു. എവിടെയാണവോ കുളിമുറി? ജേക്കബ് ഒരു പാത്രമെടുത്തു പുറത്തുപോയി. മോഹനും പരിമളയും തനിച്ചായി. ഇപ്പോഴും പേടിയാനോ? പ്രിയപ്പെട്ടവളുടെ അരികിലേക്ക് മാറി നിന്ന് മോഹൻ ചോദിച്ചു. മോഹനേട്ടന്റെ കൂടെ എവിടെ ആണെങ്കിലും എനിക്ക് ഭയമില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇറങ്ങിത്തിരിക്കുമോ? അകത്തു തിങ്ങി നിന്നിരുന്ന ഭയം പുറത്തു കാണിക്കാതെ അമർത്തിപ്പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു. മോഹന്റെ കരളിൽ ഒരു കുളിർക്കാറ്റ് വീശിയതുപോലെ അയാൾക്ക് തോന്നി. കേൾക്കാൻ കൊതിച്ചിരുന്ന വാക്കുകൾ. പിന്നൊരു കാര്യം. നാളെ തന്നെ നമുക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യമാകെ ഗുലുമാലകും. എന്തു പറയുന്നു? മോഹൻ കാമുകിയെ നോക്കി. പരിമളയുടെ അഭിപ്രായവും അതുതന്നെയായിരുന്നു. സമ്മതഭാവത്തിൽ അവൾ നാണത്തോടെ തലയാട്ടി. വിവാഹം കഴിയുന്നത് വരെ മോഹനേട്ടൻ നിയമദൃഷ്ടിയെ ഒരു അന്യപുരുഷനാണ്. ഒരു പുരുഷന്റെ കൂടെ നാട്ടിൽ നിന്നും ഒളിച്ചോടി പോകുന്നു. എന്നിട്ട് ഒരു മുറിയിൽ തന്നെ താമസിക്കേണ്ടി വന്നിരിക്കുന്നു. എല്ലാത്തിനും പുറമേ അച്ഛനോ രാജേട്ടനോ തന്നെ കണ്ടുപിടിച്ച കഴിഞ്ഞാലത്തെ സ്ഥിതി ഓർത്തപ്പോൾ അവൾ ഞെട്ടി. എന്താണ് ഒന്നും പറയാത്തത്? മോഹന്റെ ചോദ്യം അവളെ ചിന്തകളിൽ നിന്നും താൽക്കാലികമായി ഉണർത്തി. മോഹന്റെ ബലിഷ്ഠ കൈകൾ അവളുടെ തോളിൽ അമർന്നു. അവൾ മുഖം താഴ്ത്തി. വികാരങ്ങൾ ഉള്ളിൽ ഓളങ്ങൾ ഇളക്കി. സ്വപ്നങ്ങൾ ഉറങ്ങുന്ന നീല കണ്ണുകളിലേക്ക് അയാൾ നോക്കി. മോഹന്റെ കരവലയത്തിൽ അമർന്നു നിൽക്കുമ്പോൾ എല്ലാ ഭയാശങ്കകളും തെല്ലു നേരത്തേക്കെങ്കിലും അവളെ വിട്ടകുന്നു. എത്ര നേരം അങ്ങനെ ആനന്ദത്തിന്റെ നിർവൃതിയിൽ നിന്നു എന്ന് അറിയില്ല. കഥക് മുട്ട് കേട്ടപ്പോൾ പ്രിയപ്പെട്ടവന്റെ കരവലയത്തിൽ നിന്നും പരിമള മുക്തയായി അടുക്കള ഭാഗത്തേക്ക് മാറി നിന്നു. മോഹൻ കഥക് തുറന്നു. ജേക്കബ് കൊണ്ടുവന്ന പാത്രം മേശമേൽ വെച്ചു. കറികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ അല്പം മീൻ കറി ഹോട്ടലിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നു.
പരിമള കാണുന്നില്ല എന്ന് ബോധ്യം വന്നശേഷം ജേക്കബ് കൂട്ടുകാരന്റെ ചെവിയിൽ മന്ത്രിച്ചു. തന്റെ പ്രേമഭാജനത്തിന് നമ്മുടെ മുറി കണ്ട് അത്ഭുതം തോന്നുന്നുണ്ടാവും. ഊണ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആകാതെ പുറത്തേക്ക് പോയിക്കൊള്ളാം. പിന്നെ രാവിലെ വരും, ധൈര്യമായിരുന്നോ? മോഹന്റെ നാണം പുരണ്ട മുഖത്തേക്ക് നോക്കി നിൽക്കെ ചുമലിൽ തട്ടിക്കൊണ്ടു തുടർന്നു. കാര്യമൊക്കെ ശരി തന്നെ. നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ എത്താൻ മറക്കണ്ട. വിറ്റ്നസിനു വേണ്ടപ്പെട്ടവരെയും കൂട്ടി ഞാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും, ജേക്കബ് പറഞ്ഞു. പരിമളയ്ക്ക് കുളിക്കാതെ വല്ലാതെ വിഷമം തോന്നി. ജേക്കബ് കേൾക്കാതെ മോഹനേട്ടന്റെ ചെവിയിൽ എവിടെയാണ് കുളിമുറി എന്ന് അന്വേഷിച്ചു. മോഹൻ അമർത്തിച്ചിരിച്ചു. ഞങ്ങളുടെ ഈ കൊച്ചു കൊട്ടാരത്തിൽ കുളിമുറി ഒന്നുമില്ല. അടുക്കളയിലെ പാത്രം കഴുകുന്ന സ്ഥലം കണ്ടില്ലേ? അവിടെയാണ് എല്ലാവരും കുളിക്കുന്നതും. അവൾ അത്ഭുതമൂറുന്ന നയനങ്ങളോടെ മോഹനനെ നോക്കി വിശ്വസിക്കാനാവാതെ. ഈ ഒറ്റമുറിയിൽ തന്നെ കുളിക്കുകയോ? കാര്യം മനസ്സിലാക്കിയ മോഹൻ തന്നെ സഹായത്തിന് എത്തി. ഞങ്ങൾ വരാന്തയിലേക്ക് മാറിക്കോളാം. നീ കതകടച്ച് ധൈര്യമായി കുളിച്ചോ. ആ ഡ്രമ്മിൽ വെള്ളം കാണും. ഇനി രാവിലെ 4 മണിക്ക് വെള്ളം വരൂ. അപ്പോൾ പിടിച്ചുവെക്കണം. നിന്റെ കുളി കഴിഞ്ഞു വന്നാൽ നീ കതക് തുറന്നുവച്ചാൽ മതി. അതുവരെ ഞങ്ങൾ പുറത്തു നിന്നോളാം. അവൾക്കൽപ്പമാശ്വാസമായി. കഴുകി വച്ചിരുന്ന പാത്രങ്ങളിലേക്ക് വെള്ളം തെറിപ്പിക്കാതെ അവൾ ഒരുവിധം കുളിച്ചു. കുളത്തിൽ മുങ്ങി കുളിച്ച് ശീലിച്ച പരിമളയ്ക്ക് വലിയ സംതൃപ്തി ഒന്നും തോന്നിയില്ല. എന്നാലും തണുത്ത വെള്ളം ശരീരത്തിൽ വീണപ്പോൾ ഒരു ഉന്മേഷം തോന്നി. കുളി കഴിഞ്ഞ് ജനാല തുറന്നു പുറത്തേക്ക് നോക്കി. രാത്രി ആയതിനാൽ കാര്യമായിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പുറത്തും വീടുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അടിയിൽ നിന്നും ദുർഗന്ധം മൂക്കിലേക്ക് ഇരിച്ചു കയറിയപ്പോൾ ജനാല അടച്ചിട്ടു. ഈ ഒറ്റ ബിൽഡിംഗിൽ തന്നെ 128 വീടുകൾ ഉണ്ടെന്നല്ലേ മോഹനേട്ടൻ പറഞ്ഞത്? എതിർവശത്തുള്ള ബിൽഡിംഗിലും ഇത്രയും വീടുകൾ കാണുമായിരിക്കും. ഈ വശത്തുള്ള 64 വീടുകളുടെയും ആ ബിൽഡിംഗിന്റെ 64 വീടുകളുടെയും അഴുക്കുകൾ വന്നുചേരുന്നതാണ് താഴെ ദുർഗന്ധം വമിയിപ്പിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. കുളി കഴിഞ്ഞ് മുടി അഴിച്ചിട്ട് പരിമള കതക് തുറന്നു. മോഹനും ജേക്കബാം അത്ഭുതം ഊർന്ന കണ്ണുകളോടെ പരസ്പരം നോക്കി. ചുരുണ്ട് ഇടതൂർന്ന് കിടക്കുന്ന മുടിയിലേക്ക് നോക്കിയപ്പോൾ ജേക്കബിന്റെ സിരകളിലെങ്ങോ ഒരു ചലനം. ഒരു അപ്സർസീനെപ്പോലെ വന്നു നിൽക്കുന്ന ഈ പെൺകുട്ടി സ്വന്തം ഭാര്യ ആയിരുന്നെങ്കിൽ അയാൾ വെറുതെ ഒരു നിമിഷം ആശിച്ചുപോയി. കൂട്ടുകാരനോട് തെല്ലൊരു അസൂയും തോന്നാതിരുന്നില്ല. എങ്കിലും ആ യുവമിഥുനങ്ങളുടെ ഹൃദയത്തിൽ നടക്കുന്ന പെരുമ്പറയുടെ ശബ്ദം ജേക്കബിന്റെ ഹൃദയത്തിലും പതിയുന്നതായി തോന്നി. തുറിച്ചുനോക്കുന്ന മോഹനേട്ടന് അവൾ ഒരു വശ്യപുഞ്ചിരി സമ്മാനിച്ചു.